ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാലിയ പൂക്കളാണ്. ഡാലിയ പൂക്കൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും. കാരണം വിവിധ കളറുകളിലും വലുപ്പത്തിലും ഒക്കെ നമ്മുടെ ഗാർഡനിൽ അഴക് കൂട്ടാൻ പറ്റുന്ന ഒരു ആളാണ് ഈ ഡാലിയ ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഡാലിയ പൂക്കൾ. നമുക്കിന്ന് നഴ്സറികളിലൊക്കെ പൊക്കഴിഞ്ഞാൽ നല്ല വലുപ്പത്തിലുള്ള വിവിധ തരം കളറുകളിൽ നമുക്ക് ഡാലിയ ചെടികൾ മേടിക്കാനായിട്ട് പറ്റും. മിനിയേച്ചർ ഡാലിയ ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിന് വന്നിട്ട് നിറയെ വലിപ്പമുള്ള പൂക്കൾ തരുന്ന ഡാലിയ ചെടികൾ നമുക്കിന്ന് നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. ഇത് ഡബിൾ ഷെയ്ഡും ഡബിൾ കളറൊക്കെ വരുന്ന അടുക്കായിട്ട് വരുന്ന ഡാലിയ ചെടികൾ. നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ തന്നെ ആദ്യം പറയാം. പ്രൊപ്പഗേഷനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ സീഡ് വഴി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പിന്നുള്ളത് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ എടുക്കാം. പിന്നെ ഡാലിയയുടെ കിഴങ്ങുകളുണ്ട്, അത് മേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൈകളാക്കി എടുക്കാൻ പറ്റും. 3 മെത്തേഡാണ്. ഒന്ന് സ്റ്റെമ്മ് വെച്ചിട്ട് പ്രൊപ്പഗേഷൻ, 2 സീഡ്, മൂന്നാമത്തത് അതിൻ്റെ കിഴങ്ങ്. ഇതിങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഇളം തണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. മണലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ ഈസി ആയിട്ട് വേര് പിടിക്കും. പിന്നെ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ തണ്ടിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ ജസ്റ്റ് വെയിലടിക്കുമ്പോൾ തന്നെ ഇതൊന്ന് വാടിപ്പോകും. അപ്പോൾ നമ്മുടെ മഴക്കാലത്തെ അപേക്ഷിച്ച് വേനൽക്കാലത്ത് ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ കിഴങ്ങ് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മണ്ണ് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ കിഴങ്ങ് കിട്ടും, അതെടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡാലിയയുടെ പൂക്കൾ നിന്ന് ആ ഒരു പ്ലാന്റ് നിന്ന് തന്നെ ഉണങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സൂര്യകാന്തിയിൽ നിന്ന് ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോകില്ലേ, അതിൻ്റെ പെറ്റൽസൊക്കെ പോയി കഴിയുമ്പം കിട്ടത്തില്ലേ, അതുപോലെയാണ് ഇതിലും നമുക്ക് സീഡ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ട് മിക്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത്യാവശ്യം നമ്മുടെ നല്ല കയ്യിലുള്ളൊരു ചട്ടി എടുത്തിട്ട്, മൺചട്ടിയോ പ്ലാസ്റ്റിക് ചട്ടിയോ എടുത്തിട്ട് നമുക്കിത് പോട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലും ഒത്തിരി നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാലും പ്ലാന്റ് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഓവറായിട്ട് നമ്മൾ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ 2 നേരമൊക്കെ നനച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇതിൽ ജലത്തിൻ്റെ അംശം കൂടുതലാണ് ഇതിൻ്റെ സ്റ്റെമ്മിൽ. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് സ്റ്റെമ്മൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിലും ഡാലിയയുടെ പൂക്കൾ നിറയെ ഇങ്ങനെ ഫ്ലവറിങ് ആയി നിൽക്കും. അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളും കണ്ണിന് എന്താ പറയുക, ഒരു മനോഹാരിത നൽകുന്ന രീതിയിലുള്ള പൂക്കൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ മാറ്റി എടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലത്തേക്ക് 2, 3, 4 പ്ലാന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് ആക്കിയെടുക്കാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ഡാലിയ എന്ന് പറയുന്നത്. ഡാലിയ പൂക്കളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഡാലിയ പൂക്കൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്